ദുൽഖർ സൽമാൻ അന്യഭാഷയിൽ സെലക്ട് ചെയ്ത് സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഒരു വർഷത്തിൽ ഒരു സിനിമ എങ്കിലും മലയാളത്തിൽ ചെയ്യാറുണ്ട്. എന്നാൽ ഒരു വർഷത്തോളമായിട്ട് മലയാളത്തിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ദുൽഖർ സൽമാൻ്റേത് ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. അവസാനമായിട്ട് മലയാളത്തിൽ തിയേറ്ററിലെത്തിയ ദുൽഖർ സൽമാൻ സിനിമയായിരുന്നു കിങ് ഓഫ് കൊത്ത. ഇനി ദുൽഖർ സൽമാൻ്റെ ആദ്യം തുടങ്ങാനിരിക്കുന്ന സിനിമ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. നഹാസ് ഹിദായത്തുമൊത്തുള്ള ആദ്യ സംവിധായകൻ്റെ കൂടെയുള്ള സിനിമയാണ് അദ്ദേഹത്തിന് ചെയ്യാനുള്ളത്. ഡിസംബർ മാസത്തിൽ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എല്ലാം ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിന്റെ മുന്നേ ദുൽഖർ സൽമാൻ തെലുങ്കിൽ കാന്ത എന്ന് പറയുന്ന സിനിമ തീർക്കുകയും ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ സെപ്റ്റംബർ മാസത്തിൽ റിലീസിനെത്തുകയും ചെയ്യുന്നുണ്ട്. നഹാസ് ഹിദായത്തിന്റെ കൂടെയുള്ള DQവിന്റെ സിനിമ തീർന്നു കഴിഞ്ഞാൽ പിന്നീട് മലയാളത്തിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് അമൽ നീരദുമായിട്ട് ദുൽഖർ സൽമാന്റെ ഒരു ഗംഭീര സിനിമ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. 5 ഭാഷയിൽ ഒരുങ്ങുന്ന പാൻ ഇന്ത്യൻ സിനിമ തന്നെയായിരിക്കും ഇത്. അമൽ നീരദിന്റെ സ്റ്റൈലിഷ് മേക്കിങ്ങോടുകൂടെ പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു സിനിമ വരുന്ന സമയത്ത് എത്രത്തോളമാണ് അവിടുത്തെ ഓഡിയൻസിനെ കൂടെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് സിനിമ വന്നു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. എല്ലാത്തരം ഓഡിയൻസിനും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് അമൽ നീരദിൻ്റെ മേക്കിംഗ് സ്റ്റൈല്. അന്യഭാഷയിലും ഒട്ടനവധി ഫാൻസ് അമൽ നീരദ് എന്ന് പറയുന്ന ഡയറക്ടർക്ക് ഇവിടെ മലയാള സിനിമ ചെയ്തിട്ട് വരെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് ക്വാളിറ്റി തന്നെയാണ്. ദുൽഖർ സൽമാൻ മലയാളത്തിൽ നിന്ന് ഒരുക്കിയ വലിയൊരു പാൻ ഇന്ത്യൻ മൂവിയായിരുന്നു കിങ് ഓഫ് കൊത്ത. എന്നാൽ അത് വിചാരിച്ച ലെവലിൽ സക്സസ് ആയില്ല. ഇനി അമൽ നീരദിൻ്റെ കൂടെ വരുന്ന ആ ഒരു പാൻ ഇന്ത്യൻ മൂവി വേറെ ലെവലാവട്ടെ.